ഇന്ന് റവ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. ഇതിലേക്ക് 1.5 ഗ്ലാസ് റവയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച പാലാണ്. നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2.5 ആണി വെല്ലമാണ് എടുത്തത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അലിയിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് അരമുറി തേങ്ങയാണ്. അതിലേക്ക് 5-6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയായ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണേ. വെള്ളമൊക്കെ വറ്റുന്ന രൂപത്തിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലോണം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയിലേക്ക് ചൂടുള്ള പാൽ തന്നെ നമുക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടോട് കൂടി തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണേ. എന്നാലേ നമ്മളെ റവയൊക്കെ കുറച്ച് വെന്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം നമുക്ക് കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യാണ് കയ്യിൽ പുരട്ടി കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലെ ഞാൻ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാനുള്ളതാണ്. ഒരു ഇഡ്ഡലി തട്ടിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തൊന്നുകൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കാം. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.